നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അലീനയും ബാലേന്ദ്രനും മനുവും കൂടെ രോഹിത്തിനെ കണ്ടിട്ട് തിരികെ വീട്ടിലേക്ക് പോവാണ്. ബാലേന്ദ്രന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു രോഹിത്തിനെ കണ്ടതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പം ബാലേന്ദ്രൻ തന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അവരോട് പറയാണ്. എന്ത് ചെയ്യാനാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരോടും ഒരു വഞ്ചന ചതിയൊന്നും കാണിച്ചിട്ടില്ല, ആരുടെ ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ല, എല്ലാവർക്കും കൊടുത്ത് സഹായിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഒടുവില് എനിക്ക് കിട്ടിയതെന്താ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെയല്ലേ കണ്ടത്. മോനെ പോയി ജയിലിൽ പോയി കാണേണ്ടതായിട്ട് വന്നു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു അഹങ്കാരം തന്നെ ഉണ്ടായിരുന്നു. വീടുണ്ട്, കാറുണ്ട്, എന്തിനേറെ പറയുന്നു, ഇഷ്ടംപോലെ സ്വത്തുകളൊക്കെ ഉണ്ട്. ഒടുവിൽ എന്തായി? എന്തെങ്കിലും ഒന്ന് പ്രയോജനപ്പെട്ടോ? മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. മരിക്കുന്ന സമയത്ത് മനുഷ്യരൊന്നും കൊണ്ടുപോകത്തില്ല, വലിയ ആളും കളിച്ച് നടക്കും, ഒടുവിൽ ഒന്നുമില്ല ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അലീന പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടില്ല എന്ന് പറഞ്ഞു. സങ്കടപ്പെടാനാ? ഞാന് പൊതുവായിട്ടൊരു തത്വം പറഞ്ഞെന്നുള്ളൂ മോളെ. നമ്മൾ എത്ര അഹങ്കരിച്ച് നടന്നാലും ചില സമയത്ത് നമ്മൾ നിസ്സഹായരായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പണവും പ്രതാപവും ഒക്കെ നമ്മുടെ കയ്യിലിരിക്കത്തുള്ളൂ, അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ആൾക്കാരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു ഗതികളുണ്ടാവും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ബാലേന്ദ്രന് സഹിച്ചില്ല. അപ്പോഴേക്കും മനു പറഞ്ഞു, അങ്കളെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിർത്തിയിട്ട് വല്ല സർബത്തോ ചായയോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ബാലേന്ദ്രൻ പറഞ്ഞു, വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അവർ വീട്ടിൽ തിരിച്ചെത്തി. ബാലേന്ദ്രൻ കറന്നിറങ്ങിയിട്ട് മനുവിനോട് പറഞ്ഞു, മനു നീ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു, ഒരു ബലമായിരുന്നു, താങ്ക്സ് എന്ന് പറഞ്ഞു. അങ്കിൾ എന്തിനാ എന്നോട് താങ്ക്സ് പറയണേ? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നീയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ തകർന്നു പോയേനെന്ന് പറഞ്ഞു. സാരമില്ല അങ്കിൾ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ അവിടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പം അലീന മനുവിനോട് പറഞ്ഞു, മനുവേട്ട ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ചായ ആക്കണ്ട, നന്നായിട്ട് കഴിക്കാനൊക്കെ വേണം, പക്ഷെ അത് ഇപ്പോഴല്ല, എനിക്ക് കുറേ കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാറുണ്ട്. എന്ത്? അതൊക്കെയുണ്ട്. ഇപ്പം നീ കുറേ പ്രശ്നങ്ങൾക്ക് നടുവിലല്ലേ. രോഹിത് എന്ന പ്രശ്നം, ശരണ്യ എന്ന പ്രശ്നം, അങ്കിളിൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളും പിന്നെ അങ്കിളിൻ്റെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ, നിനക്ക് 100 പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ തീർന്നിട്ട് വേണം എനിക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അല്ല എന്താ മനുവേട്ടൻ എന്നോട് സംസാരിക്കാനുള്ളേ? അതൊക്കെ ഉണ്ട്. എന്താ, എന്നോട് ദേഷ്യമുണ്ടോ മനുവേട്ടന്? ദേഷ്യമൊന്നുമില്ല, പക്ഷെ ചില സമയത്ത് ചില പരിഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. സാരമില്ല, നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം, ഇപ്പം എന്താണ് ഞാനങ്ങോട്ട് പോയേക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ മനുശങ്കർ അങ്ങോട്ട് പോയി. ആ സമയം അലീന മനുശങ്കർ പോകുന്നു നോക്കി കുറച്ച് സമയം സിറ്റ് ഔട്ടിൽ നോക്കിയിരുന്നു. പിന്നീടാണ് അകത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഇപ്പം ബാലേന്ദ്രനെ ശിവശങ്കരൻ വിളിക്കുന്നുണ്ട്. ശിവശങ്കരൻ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയായി ബാലേന്ദ്ര? രോഹിത്തിനെ കാണാൻ പോയിട്ട് എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. അവനെ കാണാൻ പോയിട്ട് അവൻ ആകെപ്പാടെ തകർന്ന് നിൽക്കുമായിരുന്നു. കാരണം അവന് പുറത്തൊന്നും ഇറങ്ങണ്ടെന്നാ പറയണേ, അവന് ജാമ്യം വേണ്ട, അവന് മരിക്കണം എന്നൊക്കെ പറയണേ. എടാ അത് പിന്നെ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണുമായിരിക്കും എന്ന് പറഞ്ഞു. ഹരിയെപ്പോലൊന്നും അല്ല അവൻ ആകെപ്പാടെ തകർന്നിരിക്കുവാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞു, അല്ല അവർക്കും മാനസിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഒരുപക്ഷെ ഇനിയിപ്പം പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ വേറെ എവിടെയെങ്കിലും മാറ്റിയാലോ എന്നൊരു ആലോചന ഉണ്ട്. അവനിവിടെ നിൽക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. ബാലേന്ദ്ര അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോട്ടവും കാര്യങ്ങളും കിട്ടുമോ? ഇനിയിപ്പം നമ്മുടെ നോട്ടം അവരുടെ മേൽ എപ്പോഴും വേണം. അവരിനി വേറെ എവിടെയെങ്കിലും പോയി ചാടുന്നതിന് മുമ്പ് നമുക്ക് അവരെ രക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു. ഒരുപക്ഷെ നമ്മുടെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി അവരെ ചെയ്ത് വെക്കാൻ പോകുന്ന എന്തൊക്കെയാന്ന് ആര് കണ്ടു? വേറെ എങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ അവരിനിയും വഴി തെറ്റിപ്പോകാൻ ചാൻസ് കൂടുതല. അതുകൊണ്ട് നമ്മുടെ കൺവെട്ടത്ത് തന്നെ അവർ നിൽക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയില്ല ശിവേട്ട, എനിക്ക് ആ പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയില്ലേ. ബാലേന്ദ്രൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഞാനും രാജീവിനും ഒക്കെ അധികം വൈകാതെ തന്നെ തിരികെ പോകും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആൾ ബാലേന്ദ്രനല്ലേ. ബാലേന്ദ്രൻ പറഞ്ഞു, ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ കണ്ടില്ലേ എൻ്റെ മകൻ്റെ അവസ്ഥ കണ്ടോ? അവൻ എന്തൊക്കെ പ്രതീക്ഷകൾ കാണുമായിരിക്കും, എല്ലാം തകർന്നു പോയില്ലെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ പറഞ്ഞു, ശരിയാ, പക്ഷെ ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവരെ ജാമ്യത്തിൽ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അവനെങ്ങനെ പറയും? ആൾക്കാരെ കാണാനും മിണ്ടാനും ഒക്കെ അവനും ഒരു ബുദ്ധിമുട്ട് കാണും. കാരണം ആൾക്കാരൊക്കെ ഓരോ ചോദ്യം പറച്ചിലൊക്കെ കാണുമായിരിക്കുമല്ലോ. അതുകൊണ്ട് അതൊന്നും ഓർത്തോ. പക്ഷേ ബാലേന്ദ്രൻ വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ അതിൻ്റെതായ രീതിക്ക് നടന്നോളൂ. ഇപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? അവരെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. പുറത്തിറക്കി കഴിയുമ്പം അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുക, അതൊക്കെ മതി. അല്ലാതെ വേറെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോവല്ലേ. ഇപ്പം തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ശിവശങ്കരൻ കോള് കട്ട് ചെയ്യുന്നത്.
ബാലേന്ദ്രൻ്റെ ആകെപ്പാടെ ടെൻഷനായി. ബാലേന്ദ്രൻ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബബിത മുറിയിലേക്ക് കയറി വന്നു. പിന്നീട് ബാലേന്ദ്രനോട് ചോദിച്ചു, അച്ഛാ അച്ഛൻ ജയിലിൽ പോയിട്ട് എന്തായി? രോഹിത്തേണ്ണെ കണ്ടോ? രോഹിത്തേണ്ണൻ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞാൽ ബാലേന്ദ്രൻ പറഞ്ഞു, അവന് പുറത്തിറങ്ങണ്ടെന്നാ പറയണേ. അവൻ ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛാ അവളെയും കൊണ്ട് പോകണ്ടെന്ന, ആ അലീനയും കൊണ്ട്. നീ എന്താ പറഞ്ഞേ? അലീനയോ? അല്ല, അലീന ചേച്ചിയെ കൊണ്ട്. ദേ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം, മുമ്പ് പലവട്ടം പറഞ്ഞ കാര്യമാണ്, അലീനയെന്ന് വിളിക്കരുതെന്ന്. അച്ഛാ അലീന ചേച്ചിയെ കൊണ്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അത് ചിലപ്പം രോഹിത്താണ്ട് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അലീന ചേച്ചിയുടെ മുന്നിൽ അവൻ ചിലപ്പം നാണം കിട്ട് നിന്ന് കാണുമായിരിക്കും. അവന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അച്ഛന് കൊണ്ടുപോയെന്ന് പറഞ്ഞു. തല കുനിച്ച് നിൽക്കേണ്ട വന്നല്ലോ, അതായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞ ബാലേന്ദ്രൻ ഇങ്ങ് ചാടി എഴുന്നേറ്റു. അതെ, തല കുനിച്ച് നിൽക്കണം. അലീനയോട് അവൻ എന്തൊക്കെ ചെയ്തെന്ന് നിനക്കറിയാലോ. എന്നിട്ടോ? എന്നിട്ട് എന്തേലും ആയോ? അവനെ ഉപദേശിച്ച് വിട്ടല്ലേ, അവൻ നേരെ ആയോ? അപ്പൊ അലീനയുടെ മുന്നിൽ അവൻ തല കുനിച്ച് നിൽക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് അവനെ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നോ? എടി, നന്നാവാനുള്ളവരാണെങ്കിൽ നേരത്തെ നന്നായനം. പിന്നെ അവന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ അവൻ കിടക്കുന്നേ, അല്ലാതെ അലീനെ ഒന്നും ചെയ്തിട്ടൊന്നും അല്ലല്ലോ. പിന്നെ അലീനയെ ഫേസ് ചെയ്യാൻ അവൻ എന്താ ബുദ്ധിമുട്ട്? അലീനയെ മാത്രമല്ല, ഇനി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഫേസ് ചെയ്തേ അവന് മതിയാവുള്ളൂ. ഒളിച്ചോടിപ്പാനൊന്നും അവനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് ബബിത കയ്യിലിരുന്നൊരു ലെറ്ററും കൂടി കൊടുക്കുകയാണ്. ഇതെന്താ? അതെ, രജിസ്റ്ററായിട്ട് വന്ന ഞാൻ സൈൻ ചെയ്ത് വാങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ വക്കീൽ നോട്ടീസാണ് വൈജയന്തി അയച്ചിരിക്കുന്ന. കൃത്യസമയത്ത് തന്നെ അവൾ പ്രയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, അച്ഛൻ ഇതിനെക്കുറിച്ച് അറിയത്തുണ്ടായിരുന്നില്ലേന്ന് ചോദിച്ചു. മുമ്പ് അവൾ അവിടെ കിടന്ന് ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. വക്കീലിനെ വിളിക്കുകയോ എന്തൊക്കെയോ കാര്യങ്ങൾ. നടക്കട്ടെ, എന്താന്ന് വെച്ചാൽ അവളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛാ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, അതായിരിക്കും എന്ന് പറഞ്ഞു. നിന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? എടി, നിന്റെ അമ്മയുടെ ഞാൻ പറയണില്ല, എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അവളിൻ വക്കീൽ നോട്ടീസ് അയച്ചു, നടക്കട്ടെ, അവളുടെ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അച്ഛാ അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത്. നിന്റെ അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അവൾ എൻ്റെ ജീവിതം തകർത്തു വർഷങ്ങളായിട്ട്. എന്നിട്ട് നിന്റെ അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലല്ലേ? ഇപ്പൊ അവൾ കിടക്കുന്ന കണ്ടില്ലേ? അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തുകൊണ്ടാ? അവളുടെ കയ്യിലിരിപ്പുണ്ടാ. എന്നിട്ടും അവൾ നന്നായോ? ഇല്ല, അവിടെ കിടന്നിട്ട് അവൾ ദുഷ്ടതകൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമല്ലേ. ഒടയിൽ വക്കീൽ നോട്ടീസും അയച്ചിരിക്കുന്നു. കോടതിയിലേക്ക് വരട്ടെ. കുടുംബ കോടതി വന്നു കഴിയുമ്പോൾ അവളെ ഞാൻ തൊലി ഉരിച്ച് വിടുന്നുണ്ട്. ഈ ബാലേന്ദ്രൻ ആരാന്നറിയാൻ പോകുന്നുള്ളൂ. എൻ്റെ അച്ഛ അമ്മയോട് വെറുതെ എതിരിടാൻ നിൽക്കണ്ട. അലീന ചേച്ചി ഇവിടെ നിന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഒരിക്കലുമില്ല. അലീന ഇവിടെ പറഞ്ഞു വിടുമെന്ന് ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. ഓഹോ, അപ്പൊ അച്ഛൻ അതൊന്നും പറ്റില്ലല്ലേ? അമ്മ അപ്പൊ അച്ഛൻ പറയുന്നതല്ല അനുസരിക്കണമല്ലേ? അനുസരിക്കണോടി. നിന്റെ അമ്മയും നീയും ഉൾപ്പെടെ എല്ലാവരും അലീനെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. എൻ്റെ കാലിച്ചോട്ടിലേക്ക് അവള് വരും. നീ കണ്ടോളാൻ പറഞ്ഞു. പിന്നെ അമ്മ അല്ലായിരിക്കണം. എടി, എന്നെക്കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. പിന്നെ നീക്കൊന്നും അറിയത്തില്ല, നീ ശിശുവാ, അതുകൊണ്ടാന്ന് പറഞ്ഞു. നീ കൂടുതലൊന്നും പറയാതെ പോകാൻ നോക്ക്. ആരൊക്കെ തലയും കുത്തി മറിഞ്ഞാലും അലീനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ലെന്ന് ഭാര്യൻ തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. ദേഷ്യപ്പെട്ട് ബബിത അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയത്ത് അലീന ബാലേന്ദ്രനുള്ള ചായയായിട്ട് അങ്ങോട്ട് കയറി വരുന്നേ. അങ്ങനെ സ്റ്റെയർ കേസ് കയറി വരുമ്പോഴത്തേനും ബബിത അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അലീനയെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ അലീന അകത്തേക്ക് വന്നിട്ടിച്ചു. എന്താ അച്ഛാ? അച്ഛൻ എന്താ ഇവിടെ കിടന്ന് വല്ലാതെ ഷൗട്ട് ചെയ്യുന്ന കേട്ടെ? എങ്ങനെ ഷൗട്ട് ചെയ്യാതിരിക്കും? ചില കാര്യങ്ങളൊക്കെ ചിലരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെങ്കിൽ നമുക്ക് ഷൗട്ട് ചെയ്തല്ലേ മതിയാവുള്ളൂ. അച്ഛന് ഇത്ര ടെൻഷൻ അടിക്കല്ലേ? അച്ഛന് ബി പി വെറുതെ കൂട്ടല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ബി പി പറഞ്ഞാൽ മനസ്സിലാകാത്തവരുടെ മുന്നിൽ ചിലപ്പോൾ ഒച്ചപ്പാട് വെക്കേണ്ടതായിട്ട് വരും. എന്ത് ചെയ്യാനാന്ന് പറ എന്നും പറഞ്ഞ് കയ്യിലിരുന്ന് ആ വക്കീൽ നോട്ടീസ് അങ്ങെടുത്ത് കൊടുക്കുകയാണ്. അലീനെ അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അച്ഛൻ ഈ കാര്യം അറിയാവുന്നല്ലായിരുന്നു എന്ന് ചോദിച്ചു. അതെ, ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവളോട് പറഞ്ഞ് അവളുടെ തലയിലേക്കൊന്നും കയറ്റാൻ പറ്റില്ലല്ലോ. അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുടുംബ കോടതിയിലേക്ക് വരട്ടെ, അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. തോലി ഉരിച്ചാൽ നിർത്തുമെന്ന് പറഞ്ഞു. അച്ഛനൊന്ന് സമാധാനമായിട്ടിരിക്കുക. അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞു. ടെൻഷൻ അടിക്കാതെയോ? എനിക്ക് എന്ത് ടെൻഷൻ? എത്രയും പെട്ടെന്ന് തന്നെ അവൾക്ക് ഞാൻ ഡിവോഴ്സ് കൊടുക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാരം ഞാൻ ചുമന്നോട് നടക്കേണ്ട കാര്യം എന്താ? അവളുടെ ആഗ്രഹം പോലെ അങ്ങ് നടക്കട്ടെ. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്, ഇനിയിപ്പോൾ അതിന് ഒരു മാറ്റവും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട്. അലീന പറഞ്ഞു, അച്ഛനൊന്ന് കൂളായിക്കെന്ന് പറഞ്ഞ് ആ ചായ കൊണ്ട് കയ്യിലേക്ക് കൊടുത്ത് ബാലേന്ദ്രൻ്റെ മുടിയിഴകളിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ട് അറിയാലോ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം. വെറുതെ എന്തിനാ അച്ഛൻ ബി പി കൂട്ടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിച്ചു. പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലീന പുറത്തേക്ക് വന്നിട്ട് മനുശങ്കറിനെ വിളിക്കുകയാണ്.
മനുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. മനുവേട്ട, അച്ഛനിവിടെ അമ്മയുടെ ഡിവോഴ്സ് പേപ്പർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മനു പറഞ്ഞു, ആൻറ്റി അത് മുമ്പേ തീരുമാനിച്ച കാര്യമാണല്ലോ. വക്കീലിനെ കൊണ്ടുവച്ച കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്തില്ലേന്ന് ചോദിച്ചു. അതെ മനുവേട്ട, ആകെപ്പാടെ അച്ഛൻ ദേഷ്യത്തില. മിക്കവാറും കുടുംബ കോടതി വന്നിട്ടുണ്ടെങ്കിൽ അമ്മ അവിടെ ഇട്ട് നാറ്റിക്കും. ആഗ്രഹ മുതലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. എന്തെങ്കിലും ചെയ്തേ മതിയാളൂ മനുവേട്ടാന്ന് പറഞ്ഞു. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റി ഇത് ചോദിച്ചു വാങ്ങുന്ന കാര്യമല്ലേ മനുവേട്ട? അതൊരു കാരണവശാലും സംഭവിച്ചുകൂടാ. മനുവേട്ടന് അറിയാലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരാന്നുള്ള സത്യം വരെ ചിലപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞെന്നിരിക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മനുശങ്കർ പറഞ്ഞു, അല്ല അത് പിന്നെ ഒരു കാര്യം ചെയ്യാം മനുവേട്ടൻ, അച്ഛനോടൊന്ന് പറഞ്ഞു നോക്ക്. മനുവേട്ടൻ അച്ഛനോടൊന്ന് പറഞ്ഞു നോക്ക്. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയി വൈജാൻറ്റിയെ കണ്ട് സംസാരിച്ച ആൻറ്റി അപ്പം തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലും എനിക്ക് ഭാര്യേന്ദ്രനുമായിട്ട് ജീവിച്ചു പോകാനായിട്ട് സമ്മതമല്ലെന്ന്, എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് അവർ മാക്സിമം പറഞ്ഞു നോക്കിയിട്ടൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞു. അന്നൊരു കാര്യം ചെയ്താലോ, രാജീവ് അങ്കിളിനെ കൊണ്ട് പറയിപ്പിച്ചാലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ മനുശങ്കർ പറഞ്ഞു, അങ്ങനെ പറയിച്ചുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞു നോക്കാം. രാജീവ് ചെറിയച്ചനോട് പോയി ഒന്ന് കാണാനായിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യും മനുവേട്ട. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. നീ സമാധാനമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് അലീനയെ മനുശങ്കർ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.